രേഷ്മ ക്ലിക്കായെന്ന് വെച്ചാൽ രേഷ്മയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് രേഷ്മ എന്താണ് ബോൾഡാണ്, എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ് എനിക്ക് പിടികിട്ടിയായിരുന്നു. ആ ഒരു ക്വാളിറ്റി എനിക്ക് രേഷ്മയിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തതോ. എന്ത് കാര്യം ഓപ്പണായിട്ട് പറയും, പിന്നെ ബോൾഡായിട്ട് തീരുമാനം എടുക്കാനും അറിയാം. ഞാൻ ആ കാര്യത്തിൽ അല്പം പിന്നിലാണ്. അപ്പം പിന്നെ എനിക്ക് ഒരു അട്രാക്റ്റീവ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം പിന്നെ എല്ലാവർക്കും ഇപ്പം ലീവ് കിട്ടി, എല്ലാവരും ഇപ്പം കട്ട വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ രണ്ടുപേരും കട്ട വെയിറ്റിംഗ് ആണ് ജനുവരി 28 വേണ്ടി. ജോ, ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ജ്യോതിഷ് ജോസ് എന്നുള്ള പേര് ഞാൻ മാട്രിമോണിയിൽ ഇങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എങ്ങനെയായിരിക്കും സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഇങ്ങനെ മാട്രിമോണിയിൽ മാച്ച് ആയി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആദ്യമേ ജോടെ ചേച്ചി വിളിച്ചു, അങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഫാമിലി തമ്മിൽ ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആൾ നല്ല കൂളായിരുന്നു. എന്ന് വെച്ചാൽ ഒട്ടും തന്നെ ജാടയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ എൻ്റെ ലൈഫ് പാർട്ട്ണറിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം അത് തന്നെയാണ്. ഒരു നല്ലൊരു ലവർ, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്, എല്ലാ വൈബും കൂടെ ചേർന്ന ഒരാൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പപ്പയുടെ കൂടെ സംസാരിക്കുന്ന പോലെ, എൻ്റെ ഫാമിലിയുടെ കൂടെ സംസാരിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്താ പറയുക, ഒരു അറേഞ്ച് മാരേജിൽ ഇങ്ങനെയൊക്കെ പോസിബിൾ ആയിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ശരിക്കും ഒരു കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് കിട്ടി. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്തും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന പോലെയാണ്. Well, it's like a best friend, but more. It's the one person in the world who knows you better than anyone else. It's someone who makes you a better person. Actually, they don't make you a better person, you do that yourself, because they inspire you. The soulmate is someone who you carry with you forever. It's the one person who knew you and accepted you and believed in you before anyone else did, or when no one else would.